ഈശോയിൽ സ്നേഹമുള്ളവരെ, വരുന്ന ഞായറാഴ്ച ജൂൺ 8-ാം തീയതി പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളാണ്. നമ്മളതിനുവേണ്ടി നന്നായിട്ട് ഒരുങ്ങണം. ഏതാനും ദിവസങ്ങളാണുള്ളത്. പരിശുദ്ധാത്മാവാണെല്ലാം ക്രമീകരിച്ച് തരുന്നത്. രക്ഷാകര പദ്ധതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ പരിശുദ്ധാത്മാവിനെ വെച്ചിട്ടാണ് പിതാവായ ദൈവം ചെയ്തത്. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ജ്ഞാനമെട്ട ഒന്ന് ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവിക ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അവളെല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു. ജോലി അന്വേഷിക്കുന്നവർ, വിവാഹം അന്വേഷിക്കുന്നവർ, കുഞ്ഞിനെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒക്കെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് അത് ക്രമീകരിച്ചു തരും. ഇന്നത്തെ വചന വിചിന്തനവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് സഹനവും പരിശുദ്ധാത്മാവും. സഹനവും പരിശുദ്ധാത്മാവും അത് വളരെ വ്യക്തമാണ് ഇന്നത്തെ 1-ാം വായനയിൽ. നടപടി പുസ്തകം 20-ാം അധ്യായത്തിൽ മിലേത്തോസിൽ നിന്ന് അവൻ എഫേസോസിലേക്ക് ആളയച്ച് സഭയിൽ ശ്രേഷ്ഠന്മാരെ വരുത്തി. എന്നിട്ട് പൗലോസ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. പൂർണ്ണ വിനയത്തോടും കണ്ണുനീരോടും കൂടെ യഹൂദന്മാരുടെ ഗൂഢാലോചനയാൽ എനിക്കുണ്ടായ പരീക്ഷണങ്ങളോടുകൂടി ഞാൻ കർത്താവിന് ശുശ്രൂഷ ചെയ്തു. നിങ്ങൾക്ക് നിങ്ങളുടെ നന്മയ്ക്കുതകുന്ന ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ മടി കാണിച്ചിട്ടില്ല. പൊതുസ്ഥലത്ത് വെച്ചും വീട് തോറും വന്നും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ദൈവത്തിലേക്കുള്ള മനപരിവർത്തനത്തെക്കുറിച്ചും നമ്മുടെ കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചും യഹൂദന്മാരുടെയും ഗ്രീക്കുകാരുടെയും ഇടയിൽ ഞാൻ സാക്ഷ്യം നൽകി. 22-ാമത്തെ വചനം, നടപടി 20-22. ഇതാ ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിർബന്ധിതനായി ഞാൻ ജെറൂസലേമിലേക്ക് പോകുന്നു. പരിശുദ്ധാത്മാവിനാൽ നിർബന്ധിതനായി ഞാൻ ജെറൂസലേമിലേക്ക് പോകുന്നു. എനിക്ക് അവിടെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തും സംഭവിക്കാം. ഇല്ല, യുദ്ധമുഖത്ത് പറയുന്നത് പോലെയാ. ഞാൻ ജോലിക്ക് പോവുകയാണ്, എന്തും സംഭവിക്കാം എന്ന് പറയുന്നത് പോലെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ജെറൂസലേമിലേക്ക് പോകാൻ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുന്നു. 23-ാമത്തെ വചനം, നടപടി 20-23. കാരാഗ്രഹവും പീഡനങ്ങളുമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് എല്ലാ നഗരത്തിലും പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് എന്ന് മാത്രം എനിക്കറിയാം. പീഡനവും കാരാഗ്രഹവും, ഇതാണ് ജെറൂസലേമിൽ എനിക്ക് ഇതൊക്കെയാണ് എന്ന് സംഭവിക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് പിന്നീട് പറയുന്ന വചനം, 24-ാമത്തെ വചനം, എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ജെറൂസലേം അത് പരിശുദ്ധാത്മാവ് ബന്ധപ്പെട്ട സ്ഥലമാണല്ലോ. അവിടെയാണ് പെന്തക്കോസ്ത് അനുഭവം ഉണ്ടായത്. ഇനി ഈശോ സഹിച്ച സ്ഥലവും ഈശോയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം, പീഡാസഹനം, വിചാരണ, എല്ലാം സംഭവിച്ചത്, മരിച്ചത്, ഉത്ഥാനം ചെയ്തത്, സ്വർഗാരോഹണം ചെയ്തത് എല്ലാം ജെറൂസലേമിലാണ്. ജെറൂസലേമിൽ തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നൽകപ്പെട്ടത്. അപ്പം സഹനവും പരിശുദ്ധാത്മാവും ഈ ജെറൂസലേം എന്ന നഗരവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സഹനവും പരിശുദ്ധാത്മാവും ഇതെല്ലാം കണക്ട് ചെയ്യുന്ന സ്ഥലം ജെറൂസലേമാണ്. അപ്പം സഹിക്കുക എന്നത് അത് ദൈവത്തിൻ്റെ ഹിതമാണ്. നമ്മൾ ഈ ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന സമയം അതുണ്ടല്ലോ, അത് ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിലാണ് അത് വിവരിക്കുന്നത്. 24-ാമത്തെ അധ്യായം 52-ാമത്തെ വാക്യം, ഈശോ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അവർ അവനെ ആരാധിച്ചു. അത്യന്തം ആനന്ദത്തോടെ ജെറൂസലേമിലേക്ക് മടങ്ങി. അപ്പം ജെറൂസലേം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സഹിക്കാൻ വേണ്ടി പോകുന്നത് പോലെയാണ്. എന്തിനാണ് അഭിഷേകം നൽകുന്നത്? സഹിക്കാൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധാത്മാവിന് നൽകുന്നത് സഹനങ്ങളിൽ കർത്താവിനോടൊപ്പം ആനന്ദിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ജെറൂസലേം വിട്ടു പോകരുത് എന്ന് പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 49-ാമത്തെ വാക്യം,
നിങ്ങൾ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരം വിട്ടു പോകരുത്, നഗരത്തിൽ തന്നെ വസിക്കുവിൻ. അത് ജെറൂസലേമാണ്. ഇനി നടപടി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുവിൻ, നിങ്ങൾ നഗരം വിട്ടു പോകരുത്, ജെറൂസലേം വിട്ടു പോകരുത്. അപ്പം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. ഈ അപ്പോസ്തലന്മാരെല്ലാം രക്തസാക്ഷിത്വം വരിച്ചത് ഒക്കെ ജെറൂസലേമായിട്ട് ബന്ധപ്പെട്ടാണ്. സഹനത്തിൻ്റെ ഒരു കാര്യമാണ്, സഹിക്കാനായിട്ടുള്ള ഒരു വിളി അവിടെ ഉണ്ട്. ഇത് തന്നെയാണ് 1-ാമത്തെ വായനയിലും പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എന്നെ നിർബന്ധിച്ചു, ഇതാ ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ നിർബന്ധിതനായി ഞാൻ ജെറൂസലേമിലേക്ക് പോകുന്നു, അവിടെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കാരാഗ്രഹവും പീഡനങ്ങളുമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് എല്ലാ നഗരത്തിലും പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ടെന്ന് മാത്രം എനിക്കറിയാം. അപ്പം സഹിക്കാനായിട്ടുള്ള ഒരു വിളിയാണ് ജെറൂസലേം. ജെറൂസലേം അത് അനോയിൻറ്റിങ്ങിൻ്റെ സ്ഥലമാണ്, അതുപോലെ തന്നെ സഹിക്കാനായിട്ട് നമ്മൾ ഒരുക്കുന്ന സ്ഥലം കൂടിയാണ്. നമ്മളിന്ന് ഈ പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ നാളുകളിൽ, ഈ ദിവസങ്ങളിൽ യഥാർത്ഥത്തിൽ സഹനം മാറ്റിവെക്കാൻ പാടില്ല, സഹനം മാറ്റിവെക്കാൻ പാടില്ല. ഇന്ന് ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ഞങ്ങൾ ധരിച്ചിരിക്കുന്നത്. ഇന്ന് ഒരു വിശുദ്ധൻ്റെ, രക്തസാക്ഷിയായ ഒരു വിശുദ്ധൻ്റെയും അവരുടെ കൂട്ടാളികളുടെയും തിരുനാളാണ്. ആഫ്രിക്കയിലെ വിശുദ്ധനാണ് വിശുദ്ധ ചാൾസ് ലവാങ്ക. അദ്ദേഹം തീയില വെന്തുരുകി മരിച്ച വിശുദ്ധനാണ്. അദ്ദേഹത്തെ തീയിലിങ്ങനെ വെന്തുരുകപ്പെടുമ്പോഴും അദ്ദേഹം ഒരു തുള്ളി സ്വരം പോലും, ഒരു ചെറിയ സ്വരം പോലും, ആ വേദനയുടെ സ്വരം പോലും ഉണ്ടാക്കിയില്ല എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ വേദനയുടെ ഒരു കരച്ചിൽ പോലും, ഒരു ചെറിയ കരച്ചിൽ പോലും അദ്ദേഹം ഉണ്ടാക്കിയില്ല. അദ്ദേഹം ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനുണ്ടായത്, ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പം ഈ സഹനത്തിൽ ഒരു ആനന്ദം ഉണ്ടാക്കേണ്ടത് അതിനുള്ള വിളിയാണ്. അതിനാണ് പരിശുദ്ധാത്മാവിനെ തരുന്നത്. സഹനത്തിലൊരു ആനന്ദമുണ്ടാക്കുക, സഹനത്തിലൊരു ആനന്ദമുണ്ടാക്കുക. അതാണ് പരിശുദ്ധ മറിയം ഈ ദൗത്യം ഏറ്റെടുത്ത്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ദൗത്യം ഏറ്റെടുത്ത് ആരംഭിച്ചപ്പോൾ തന്നെ മറിയം പറഞ്ഞത്, എൻ്റെ ആത്മാവ് കർത്താവിൽ ആനന്ദിക്കുന്നു, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഈ ആനന്ദം, ഈ സ്വർഗീയമായ ആനന്ദം, അത് ദൈവാനുഗ്രഹമാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ 27-ാം അധ്യായം, ജോബിൻ്റെ പുസ്തകത്തിൽ 27-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ ഈ ഒരു കാര്യം പറയുന്നത്, കഷ്ടത അവൻ്റെ മേൽ വന്നുകൂടുമ്പോൾ ദൈവം അവൻ്റെ നിലവിളി ശ്രവിക്കുമോ? 10-ാമത്തെ വചനം, ജോബ് 27:10, അവൻ സർവശക്തനിൽ ആനന്ദം കണ്ടെത്തുമോ? സർവശക്തനിൽ ആനന്ദം കണ്ടെത്തുമോ? കഷ്ടത അവൻ്റെ മേൽ വന്നുകൂടുമ്പോൾ ദൈവം അവൻ്റെ നിലവിളി ശ്രവിക്കുമോ? അവൻ സർവശക്തനിൽ ആനന്ദം കണ്ടെത്തുമോ? അവൻ എല്ലായ്പ്പോഴും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമോ? എല്ലായ്പ്പോഴും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമോ? ദൈവത്തെ ഇട്ടിട്ട് പോവുമോ? ദൈവത്തെ ഉപേക്ഷിച്ച് പോവുമോ? സഹനം വരുമ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ച് പോവുമോ? പരിശുദ്ധാത്മാവിന് അപ്പോസ്തലന്മാർക്ക് നൽകിയത് അവർ കർത്താവിന് വേണ്ടി മരിക്കാൻ വേണ്ടിയുള്ള ശക്തി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ പെന്തക്കോസ്ത തിരുനാൾ ഒരുങ്ങുമ്പോൾ ഈ ജീവിതത്തിലെ കഠിനമായ യാഥാർത്ഥ്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിന് നൽകുന്നത്. നമുക്ക് പരിശുദ്ധാത്മാവിനെ വേണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തും, നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കും. രോഗമാകട്ടെ, കടബാധ്യതകളാകട്ടെ, തകർച്ചകളാകട്ടെ, തടസ്സങ്ങളാകട്ടെ, പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. ഈ പരിശുദ്ധ മറിയത്തിന് പരിശുദ്ധാത്മാവിനെ കൊടുത്തത് ആ എലിസബത്തിൻ്റെ അടുത്തേക്ക് തിടുക്കത്തിൽ ആ മലം പ്രദേശമൊക്കെ താണ്ടി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കുരിശിൻ്റെ വഴിയിലൂടെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ടാണ്, കുരിശിൻ്റെ ചുവട്ടിൽ പോയി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ആ മരിച്ച ഈശോയുടെ മൃതശരീരം മടിയിൽ കിടത്താനായിട്ടുള്ള മനക്കരുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കൃപ നൽകി, പരിശുദ്ധാത്മാവിനെ നൽകി മറിയത്തെ ഈ വലിയ രക്ഷാകര പദ്ധതിയിലേക്ക് സഹകരിപ്പിക്കാൻ ദൈവം തയ്യാറായത്. അത് ഈ സഹിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കതുകൊണ്ട് ഈ സഹനങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കണം. നമുക്ക് സഹനങ്ങളിൽ ആനന്ദം കണ്ടെത്താൻ നമ്മൾ പരിശ്രമിക്കണം. അത് ജീസസിൻ്റെ ക്വാളിറ്റിയാണ്, അതൊരു മരിയൻ ക്വാളിറ്റി കൂടിയാണ്. ഈ മരിയൻ തീർത്ഥാടനത്തിൽ വരുമ്പോൾ, മരിയൻ തീർത്ഥാടനത്തിൽ നമ്മൾ സഹകരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു മരിയൻ ക്വാളിറ്റി, ജീസസിൻ്റെ ഈ ക്വാളിറ്റി, സഹനത്തിൽ ആനന്ദിക്കാൻ. അതുകൊണ്ടാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നത് എന്താ? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 4-ാം വാക്യം, അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ഈശോയെ ഏൽപ്പിച്ച ജോലി എന്താ? ഭൂമിയിൽ ജനിക്കണം, പീഡകൾ സഹിച്ച് മരിക്കണം. അതല്ലേ ദൈവം ഏൽപ്പിച്ച ജോലി. അത് പറയാണ്,
അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. അപ്പോൾ ഓരോ സഹനത്തിലൂടെയും അത് ആനന്ദിക്കാനും അതുവഴി ദൈവം മഹത്വപ്പെടാനും ഇടയാകട്ടെ. എല്ലാം ദൈവമഹത്വത്തിന് എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. എല്ലാം ദൈവമഹത്വത്തിന്. സഹനങ്ങളെല്ലാം, തകർച്ചകളെല്ലാം, കടബാധ്യതകളെല്ലാം ഇന്ന് ഒറ്റയ്ക്ക് കർത്താവിന് മുമ്പിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കും. മറിയത്തിൻ്റെയും ഈശോയുടെയും ജീവിതം എടുത്തു കഴിഞ്ഞാൽ ഇവരെ ഒറ്റയ്ക്ക് നിന്ന് സഹിച്ചവരാണ്. അവർക്ക് ഈ ഈശോയും പോലും, ഈശോ പരിശുദ്ധാത്മാവിൽ ജനിച്ച ഈശോ വീണ്ടും വീണ്ടും ആത്മാവിൽ നിറയാൻ ആഗ്രഹിച്ചത്, പെന്തക്കോസ്ത അനുഭവം തരാൻ ആഗ്രഹിക്കുന്ന ഈശോ പോലും തന്നിൽ പരിശുദ്ധാത്മാവിങ്ങനെ സമൃദ്ധമായി വരാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ ജ്ഞാനസ്നാന വേളയിൽ ദൗത്യം ആരംഭിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവെന്ന് നിറയുന്നത്. ആ സിനഗോഗിൽ വിശുദ്ധ ഗ്രന്ഥമെടുത്ത് വായിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ പറയുന്നത്. ഈ ആത്മാവാണ് ശക്തിപ്പെടുത്തുന്നത്. മരിക്കാൻ, സഹിക്കാനൊക്കെ ഈശോയ്ക്ക് പോലും കഴിവ് കൊടുത്തത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്കറിയാവുന്ന ഒരു ഗാനം, ആ ഗാനത്തിൽ ഈ സഹിക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഗാനമാണ്, പക്ഷേ പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സഹിക്കാനായിട്ടുള്ള കൃപ തരണേന്നാണ്. രോഗമുള്ളവ സൗഖ്യമാക്കുക, ഭീതിയിൽ ധൈര്യം നൽകുക. രോഗമുള്ളവ സൗഖ്യമാക്കുക, ഭീതിയിൽ ധൈര്യം നൽകുക. ആറിപ്പോയതിൽ ചൂടു നൽകുക, വാടുന്നേതും നനയ്ക്കുക, വാടുന്നേതും നനയ്ക്കുക. പാവനാത്മാവേ നീ വരേണമേ, മാനസമണി കോവിലിൽ. നായക ഞങ്ങൾ നാവിനാലങ്ങെ സ്നേഹ സംഗീതം പാടുന്നു. മോടിയില്ലാത്തതൊക്കെ സ്വർഗീയ മോടിയുള്ളതായി മാറ്റണേ. മോടിയില്ലാത്തതൊക്കെ സ്വർഗീയ മോടിയുള്ളതായി മാറ്റണേ. പീഡകളേതും ധീരമായി ഏൽക്കാൻ ശക്തിയും ഞങ്ങൾക്കേകണേ, ശക്തിയും ഞങ്ങൾക്കേകണേ. പാവനാത്മാവേ നീ വരേണമേ, മാനസമണി കോവിലിൽ. നായക ഞങ്ങൾ നാവിനാലങ്ങെ സ്നേഹ സംഗീതം പാടുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ തിരുനാളിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സഹിക്കാനും ജീവിതത്തിൻ്റെ ആ കഠിന യാഥാർത്ഥ്യങ്ങളിലെല്ലാം ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാനും ശക്തി കൊടുത്ത ദൈവത്തിൻ്റെ ആത്മാവെ, ഞങ്ങളുടെ ജീവിതത്തിൽ തീരാ ദുഃഖങ്ങളാണ്, സങ്കടങ്ങളാണ്. ഓരോന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് വന്നു കഴിയുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുക, മടുത്ത് ജീവിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പുള്ളൊരു ആശ്രയ കേന്ദ്രം പോലെ പലരും ഈ വേളാങ്കണ്ണി തീർത്ഥാടനം നടത്തുമ്പോൾ, ഓ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ് ഈ കത്തോലിക്ക വിശ്വാസ ജീവിതം വളരെ ഉന്നതമായ ഒരു കാഴ്ചപ്പാടോടുകൂടെ പൂർത്തീകരിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥ്യം വഹിക്കണമേ. ആമേൻ.